ഒരിക്കൽ കൂടി മുല്ലപ്പെരിയാർ ഡാം വാർത്തകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ ഡാമിന് സമീപം അതിൻ്റെ താഴെയായിട്ട് പുതിയൊരു ഡാം പണിയണം എന്ന ആവശ്യവുമായിട്ട് കേരള സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ പുതിയ ഡാമിൻ്റെ പരിസ്ഥിതി ആഘാത പഠനത്തിന് അനുമതി നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ സമീപിച്ചു. ഇതിനെ തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയും ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ കുലപതിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആത്മസുഹൃത്തും മലബാർ ഭാഷയിൽ പറഞ്ഞാൽ ഒക്കച്ചങ്ങായിയും ആയ MK സ്റ്റാലിൻ കേന്ദ്ര സർക്കാരിൽ കേരളത്തിൻ്റെ ആവശ്യം അനുവദിക്കരുതെന്ന് പറഞ്ഞിട്ട് സമ്മർദ്ദം ചെലുത്തി. ഇതിനെ തുടർന്നാണ് വീണ്ടും ഈ മുല്ലപ്പെരിയാർ ഡാം വിഷയം വീണ്ടും വാർത്തകൾ നിറയുന്നത്. തമിഴ്നാടിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ആദ്യത്തെ മീറ്റിംഗ് കേന്ദ്ര സർക്കാർ മാറ്റിവെക്കുകയും ചെയ്തു. ഈ കേരളവും തമിഴ്നാടും തമ്മിലുള്ള സംഘർഷത്തിൽ തമിഴ്നാടിൻ്റെ പണക്കൊഴുപ്പിനെയോ അല്ലെങ്കിൽ മസിൽ പവറിനെയോ ഒന്നും നേരിടാനുള്ള ശക്തി കേരളത്തിലെ ഭരണാധികാരികൾക്കില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ കേരള രാജ്യത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആത്മവഞ്ചനയുടെ പ്രതീകമാണ് മുല്ലപ്പെരിയാർ വിഷയം. പത്രപ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും ഇതറിയാവുന്നതാണ്. കാരണം എല്ലാ വർഷവും ചില പ്രത്യേക സമയങ്ങളിൽ ഈ വിഷയം ആളിക്കത്തിക്കും, പിന്നീട് വെള്ളമൊഴിച്ചതം കെടുത്തിക്കളയുകയും ചെയ്യും. നിരന്തരം കേരളത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഈ അത്ഭുതകരമായ വേറൊരു വസ്തുത, ഇപ്രാവശ്യം ഈ വിഷയത്തിനെ തമിഴ്നാടിന് പിന്തുണയുമായിട്ട് അപ്രതീക്ഷിത കോണിൽ നിന്നും ആൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. അത് ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു വീഡിയോ കാണാനിടയായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. BJPയുടെ ഒരു നേതാവെന്ന് പറയപ്പെടുന്ന ശ്രീ TG മോഹൻദാസ്, അദ്ദേഹമാണ് തമിഴ്നാടിനെ പരിപൂർണമായി പിന്തുണച്ചുകൊണ്ട് ഈ വിഷയത്തിലൊരു വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കേരളത്തിലും തമിഴ്നാടിന് പിണിയാളുകളുണ്ട്. ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ അവകാശങ്ങളെ പറ്റി കേരളത്തിന് പൂർണ്ണമായിട്ടും അജ്ഞത ഭാവിക്കുകയും തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ പണ്ട് തൊട്ടേ കേരളത്തിലുണ്ട്. ഇതിൻ്റെ പിന്നിൽ ചില കളികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ചുമ്മാ ഈ ലോകത്തിൽ വിലയില്ലാത്ത ഒരു സാധനവുമില്ല. ഒരാൾ നമ്മളെ കണ്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു വിലയുണ്ട്. അപ്പോൾ ഈ തമിഴ്നാടിന് കേരളത്തിൽ ജീവിച്ചുകൊണ്ട് ചോറ് ഇങ്ങും കൂറങ്ങുമെന്ന് പറഞ്ഞ് ചില ആൾക്കാർ വരുമ്പോൾ ഇവർക്ക് ചില ആനുകൂല്യങ്ങൾ പലയിടത്തു നിന്നും കിട്ടുന്നുണ്ടായിരിക്കും എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് ഈ വിഷയം ഒന്ന് സത്യസന്ധമായി പരിശോധിക്കാൻ, അതായത് പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കാൻ ഒരു ശ്രമം നടത്താം. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. കുറച്ച് വർഷം മുന്നോട്ട് പോകുമ്പോൾ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഓർമ്മ വരുന്നത്, എല്ലാ വർഷവും ഏതാണ്ട് നവംബറോടടുപ്പിച്ച് സെപ്റ്റംബർ നവംബർ കാലമാകുമ്പോൾ മുല്ലപ്പെരിയാർ വിഷയം ഒന്ന് ആളിക്കത്തിക്കും കേരളത്തിൽ. അതിനെ തുടർന്ന് പലപ്പോഴും എഡിറ്റർമാരുടെ ഒരു യോഗം വിളിക്കും. ഞാൻ കേരളത്തിലൊരു പത്രത്തിൻ്റെ എഡിറ്ററായിട്ടിരുന്നിട്ടില്ല, പക്ഷേ കേരളത്തിന് പുറത്തു നിന്നുള്ള ഡെക്കാൻ ഹെറാൾഡിൻ്റെ ഒരു സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു എഡിറ്റേഴ്സ് മീറ്റിങ്ങിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ എഡിറ്റർ കേരളത്തിലില്ല. അപ്പോൾ ഇവിടെ ലഭ്യമായ, നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ലഭ്യമായ വ്യക്തി എന്നുള്ള നിലയിൽ ഞാനും അവിടെ പോയിരുന്നു. അവിടെ കുറേ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ജലസേചന മന്ത്രി, ധനകാര്യമന്ത്രി ഇവരൊക്കെ വന്ന് കുറേ കണക്കുകളൊക്കെ അവതരിപ്പിക്കും. കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നൊരു തീരുമാനമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് ഏതാണ്ട് ഫെബ്രുവരി ആകുന്നതോടുകൂടി ഈ വിഷയം കെട്ടടങ്ങും. പിന്നെ ഇതൊന്നും ആരും പറയില്ല. അപ്പം ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു, ശബരിമല തീർത്ഥാടനം തുടങ്ങുന്ന സമയത്ത് വിവാദം ഉണ്ടാക്കുകയും ശബരിമല തീർത്ഥാടനം കഴിയുന്നതോടുകൂടി ഇതങ്ങ് ഇല്ലാതാക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ എന്തോ ഗൂഢ അജണ്ടയുണ്ട് രാഷ്ട്രീയക്കാർക്ക് എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതിന് തെളിവൊന്നുമില്ല. പക്ഷേ ന്യായമായും സംശയിക്കാം. കാരണം ശബരിമല സീസൺ തുടങ്ങുമ്പോഴെന്തിനാണ് ഈ വിവാദം ആളിക്കത്തിക്കുന്നത്? ഇതങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണിത് പിന്നീട് ടേക്കപ്പ് ചെയ്യാത്തത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ ഒരു ചരിത്രപരമായ വസ്തുതകളിലേക്ക് നമുക്കൊന്ന് പോകാം. 1896 ഇന്നത്തെ മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്യുന്നത്. ഇത് കുമ്മായവും ശർക്കരയും കൂടെ ചേർത്ത് സുർക്കി എന്ന് പറയുന്ന ഒരു മിശ്രിതം കൊണ്ട്
നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡാമാണ്. ഈ സുർക്കി ബലമുള്ളതാണെന്ന് ചിലർ പറയുന്നു, ബലമില്ല എന്ന് ചിലർ പറയുന്നു. രണ്ടും ഞാനിതിനകത്തിൽ ഒരു വിദഗ്ധനൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബലത്തിനെയോ ബലക്ഷയത്തിനെ കുറിച്ചൊന്നും ഞാനിവിടെ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ എനിക്ക് മറ്റു ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അതായത് ഇത് ആദ്യം 1810 കമ്മീഷൻ ചെയ്യുന്നതിന് 10 വർഷം മുമ്പ് 1886 ആണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു കരാറ് വരുന്നത്. പിന്നീട് ആ സ്ഥാനത്ത്, ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിൽക്കുന്ന സ്ഥാനത്ത് ഒരു അണക്കെട്ടുണ്ടാവുകയും അത് ഫ്ലഡ്, അതായത് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോവുകയും ചെയ്തതായിട്ട് വാർത്തകളുണ്ട്. ഞാൻ തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ പഴയ സംഭവങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരോട് സംസാരിച്ചിട്ട് പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡാം, മുല്ലപ്പെരിയാറിൽ നിന്നിരുന്ന ഒരു ഡാം നശിച്ചു പോയി എന്നുള്ള ഒരു പ്രിസിഡൻസ് അവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ ഡാം നശിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു സാക്ഷ്യമാണ് പഴയ ഡാം നശിച്ചു എന്നുള്ളത്. പിന്നീട് ഈ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടായി കമ്മീഷൻ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇപ്പം നമ്മുടെ മോഹൻദാസ് പറയുന്നത് ഇത് ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യമായിരുന്നെന്ന്. കേരളവും അല്ല തിരുവിതാംകൂറും തമിഴ്നാടും ഒക്കെ അവർക്ക് സൗകര്യമുള്ള അവരൊരു ഡാം പണി. ഇതെന്തോന്ന് ചർച്ച, ഇതിവിടെ ചർച്ചയൊന്നും നടന്നിട്ടൊന്നുമില്ല. ബ്രിട്ടീഷുകാർ ഡാം പണിയണമെന്ന് തീരുമാനിച്ചു, അത് ഡാം അങ്ങോട്ട് പണിഞ്ഞു എന്ന് പുള്ളി മേശപ്പുറത്ത് കൈയടിച്ച് അദ്ദേഹത്തിനെതിരെ ഇരിക്കുന്ന പത്രപ്രവർത്തകനെ നേരെ ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹം ചാടിത്തുള്ളുമ്പോൾ എതിരെ ഇരിക്കുന്ന പത്രപ്രവർത്തകൻ പാവം ABC ആളാണ്. അദ്ദേഹം എല്ലാം കേട്ട് മൗനമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അദ്ദേഹം ഒരു ദുർബലമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ പറയുന്നതല്ല അതിൻ്റെ ഒരു വസ്തുത. അന്നത്തെ തിരുവിതാംകൂർ സർക്കാർ നിശ്ചയമായിട്ടും ഈ മുല്ലപ്പെരിയാർ ഡാം പണിയുമ്പോൾ തിരുവിതാംകൂറിന് നഷ്ടങ്ങളുണ്ടാകും എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അവരാദ്യമൊന്നും ഇത് ഒപ്പിടാൻ തയ്യാറായില്ല. ഈ തിരുവിതാംകൂറും മദ്രാസ് പ്രസിഡൻസിയും രണ്ട് ഭരണ സംവിധാനങ്ങൾ നിലനിന്നിരുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ബ്രിട്ടീഷ് മേൽക്കോയ്മ രണ്ടിടത്തും ഉണ്ടായിരുന്നു എന്നുള്ളത് അംഗീകരിക്കാം. മദ്രാസ് പ്രസിഡൻസി, അതായത് ഇന്നത്തെ തമിഴ്നാട്ടിൽ നിൽക്കുന്ന ഈ മദ്രാസ് പ്രസിഡൻസി, കേരളത്തിലെ ചില സ്ഥലങ്ങളും അതിലുണ്ടായിരുന്നു, മലപ്പുറം ജില്ലയൊക്കെ. ഈ മദ്രാസ് പ്രസിഡൻസി തിരുവിതാംകൂർ സർക്കാരിന് വർഷം 40,000 രൂപ ലീസിലാണ് ഈ കരാർ ഒപ്പിടുന്നത്. 1896 40,000 രൂപ എന്നുള്ളത് ചെറിയ സംഖ്യയല്ല, അതൊരു വലിയ സംഖ്യയാണ്. ഈ വലിയ സംഖ്യ അന്നത്തെ തിരുവിതാംകൂറിന് വർഷാവർഷം കൊടുത്തുകൊണ്ടാണ് ഈ ലീസ് എഗ്രിമെൻ്റ് ഒപ്പിട്ടത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത് രണ്ടും ബ്രിട്ടീഷുകാരെ അങ്ങോട്ട് പണിയണമെന്ന് തീരുമാനിച്ചാൽ അവരങ്ങ് പണിയും. അങ്ങനൊന്നും അല്ല സംഭവം. അതൊക്കെ ആർക്കോ വേണ്ടി സംസാരിക്കുന്നത്, ആരെയൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കാൻ, മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങളാണ്. പണ്ട് ഈ തമിഴ്നാടിന് ഇതിനു വേണ്ടിയിട്ടൊരു മുല്ലപ്പെരിയാർ വിഷയത്തിൽ എപ്പോഴും കേരളത്തിൽ ഈ വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ ഒരു കണ്ടിജൻസി ഫണ്ടുണ്ടെന്നും കൈകാര്യം ചെയ്യുന്നവരെ വേണ്ട രീതിയിലൊക്കെ കണ്ട് അത് തീർക്കുമെന്നും ഒക്കെയുള്ള ഒരു സംസാരമുണ്ട്. തിരുവനന്തപുരത്ത് ചില പത്രപ്രവർത്തകർക്ക് എതിരെ ഇത്തരം ആരോപണങ്ങൾ വരികയും അതൊരു വലിയ വിഷയമാവുകയും അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വലിയ തുകയാണ് അന്നത്തെ കാലത്ത്. അന്നത്തെ 40,000 രൂപ ഇന്നൊരു പക്ഷേ 400 കോടി രൂപയെങ്കിലും ആയിരിക്കും. അത് കൊടുത്തിട്ടാണ് തിരുവിതാംകൂർ തമിഴ്നാടിന് ഈ ഭൂമി ലീസിന് കൊടുത്തത്. പിന്നീട് ഈ കരാറ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കരാറും ഇൻവാലിഡ് ആവും. ആ കരാറൊന്നും പിന്നെ നിലനിൽക്കത്തില്ല. അന്നത്തെ ഇന്ത്യ പിന്നെ ഇല്ല, ബ്രിട്ടീഷ് ഇന്ത്യ ഇല്ല. പിന്നീട് ഈ കരാറ് ഒപ്പിടുന്നത് കേരള മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോനും തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയുമാണ്. ഈ കരാർ അസംബ്ലി റാറ്റിഫൈ ചെയ്തിട്ടില്ല എന്നാണ് പൊതു ഡൊമൈനിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഒരു സൂചന. ഇങ്ങനെ റാറ്റിഫൈ ചെയ്യാത്ത കാരണം ഇതിന് അത്ര വലിയ ലീഗൽ വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളത് കേരളം സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ കരാറിൽ ഒപ്പിടുമ്പോൾ അത് 72-ലോ ആണെന്തോ 73-ലോ എന്തോ ആണ്, കൃത്യമായിട്ട് വർഷം ഞാൻ ഓർക്കുന്നില്ല. ആ കരാർ ഒപ്പിടുമ്പോൾ കേരളത്തിന് അതിൽ നിന്ന് നഷ്ടപരിഹാരമായിട്ട് കിട്ടുന്ന ഏതാണ്ട് 8 ലക്ഷത്തോളം രൂപയാണ് വർഷം. അത് 40,000 രൂപ 1896 ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തുണ്ടായിരുന്ന വെറും 8 ലക്ഷം രൂപയ്ക്ക് തമിഴ്നാടിന് ഈ സ്ഥലം വിട്ടുകൊടുക്കുകയും ഈ 4 ജില്ലകൾക്ക് ആവശ്യമായ വെള്ളം കേരളത്തിൽ നിന്ന് കൊടുക്കുകയും ചെയ്തത് കേരളത്തിൻ്റെ അവകാശങ്ങളെ ബലി കൊടുത്തത്
സി അച്യുതമേനോൻ എന്ന കേരള മുഖ്യമന്ത്രിയായിരുന്നു. അക്കാര്യത്തിൽ സംശയമേ വേണ്ട. യഥാർത്ഥത്തിൽ കേരളത്തിലെ BJP തുറന്നു കാണിക്കേണ്ടത് ഈ സി അച്യുതമേനോനെ പോലുള്ള വിഗ്രഹങ്ങളെയാണ്. ഈ വിഗ്രഹങ്ങളൊന്നും യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങളല്ല. ഇവയൊക്കെ തന്നെ വ്യാജ വിഗ്രഹങ്ങളാണ്. സി അച്യുതമേനോൻ പലപ്പോഴും കേരളത്തിലെ നന്മയുടെ പ്രതീകമായിട്ടൊക്കെ പറയും. രാജനെ ഉരുട്ടിക്കൊന്നതിൽ എന്തുകൊണ്ട് സി അച്യുതമേനോന് ഉത്തരവാദിത്തമില്ല, മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്ന് പറയും. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്? ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ആഭ്യന്തരമന്ത്രിയെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ രാജിവെച്ച് പോകണമായിരുന്നു. അതേ വ്യക്തി തന്നെയാണ് തമിഴ്നാടിന് ഈ ജലം കൊടുത്തത്. അന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ദ്രാവിഡ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധത്തിൻ്റെ അതിൻ്റെ ഒരു സ്മാരകമാണ് ഈ മുല്ലപ്പെരിയാർ. മുല്ലയും പെരിയാറും എന്നുള്ള രണ്ട് നദികൾ അതിൻ്റെ സംഗമസ്ഥാനത്തിനടുത്ത് വെച്ചിട്ട് ആണ് ഈ ഡാം ഉണ്ടായിരിക്കുന്നത്. ഈ ഡാം പൊട്ടിയാൽ കേരളത്തിനൊന്നും സംഭവിക്കത്തില്ല എന്നാണ്, അല്ലെങ്കിൽ പൊട്ടത്തില്ല, ഇതൊക്കെയാണ് തമിഴ്നാട് പറയുന്നത്. ഇതിനെ സാധൂകരിച്ചുകൊണ്ടാണ് ശ്രീ മോഹൻദാസിൻ്റെ വീഡിയോ. ഇത് റൂർക്കി IITയും സെസ്സും കൂടെ ഒരുമിച്ച്, സെസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഫോർ എർത്ത് സ്റ്റെയിൻ സ്റ്റഡീസ്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു പഠനം നടത്തിയിരുന്നു. ഈ പഠനത്തിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് പുറത്തു വിട്ടിട്ടില്ല എന്നുള്ള അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ഇത് പബ്ലിക് ഡൊമൈനിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ പഠനത്തിൽ ഒരു സെസ്മിക് സോൺ, അതായത് ഭൂകമ്പ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയിലാണ് ഈ അണക്കെട്ട് നിൽക്കുന്നത് എന്ന ഒരു കണ്ടെത്തലുണ്ടെന്നാണ് അന്നത്തെ ജലസേചന മന്ത്രിയായിരുന്ന PJ ജോസഫ് പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അത് എവിടെ ഗൂഗിൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് അവിശ്വസിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്ന് സെസ്സിലെ ഒരു ശാസ്ത്രജ്ഞനായിരുന്ന, അദ്ദേഹത്തിൻ്റെ പേര് ജോൺ മത്തായി എന്നാണെന്ന് തോന്നുന്നു, ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ 6 മേളിൽ, റിക്ടർ സ്കെയിലിൽ 6 മേളിൽ ഉള്ള ഒരു ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. അങ്ങനെ ഉണ്ടായാൽ ഡാമിന് വിള്ളൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതൊക്കെ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല. 1978-ലോ 79-ലോ ഈ ഡാമിന് ചോർച്ചയുണ്ടായി. അന്ന് ഇത് കണ്ടുപിടിക്കുന്ന കേരളത്തിലെ എഞ്ചിനീയർമാരാണ്. അല്ല, തമിഴ്നാടിന് ഡാമിൻ്റെ സംരക്ഷണ ചുമതല ഉണ്ടെങ്കിലും അവരെന്തുകൊണ്ടത് കണ്ടുപിടിച്ചില്ല? കേരളത്തിൽ നിന്നുള്ള ഒരു സംഘം പോയിട്ടാണ് അത് കണ്ടുപിടിക്കുന്നതും പിന്നീടാണ് തമിഴ്നാട് ഈ ഡാം ബലപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നതൊക്കെ. അപ്പോൾ തമിഴ്നാട് ഡാമിൻ്റെ കാര്യത്തിൽ വളരെ ജാഗരൂകരാണെന്നും ഇങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ പിന്നീട് തമിഴന് ആരും ഒരു തുള്ളി വെള്ളം കൊടുക്കത്തില്ല എന്നുമൊക്കെയുള്ള വാദഗതികളെ, അത് ഇംഗ്ലീഷിൽ പറയും ദേ ആർ സിംപ്ലി റെറ്ററിക് പോയിൻറ്റ്സ്. നമ്മുടെ വാദഗതി ഒന്ന് ഊന്നി പറയാനായിട്ട് ഇങ്ങനെ മേശപ്പുറത്തൊക്കെ അടിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ളത് പലതും പറയും. പല കള്ളങ്ങളും സത്യത്തിൻ്റെ മുഖംമൂടി അണിയിച്ച് നമ്മൾ രംഗത്തിറക്കും. തമിഴ്നാടിന് വേണ്ടി അച്ചാരം വാങ്ങിച്ച ആൾക്കാരുടെ ഒരു ആവേശം നമുക്ക് മനസ്സിലാക്കാം. ആരായാലും ശരി, ഞാനിപ്പോൾ ഒരു വ്യക്തിയെ ആ കാര്യത്തിലൊന്നും പേരെടുത്ത് പറയുന്നില്ല, എനിക്കതിന് തെളിവൊന്നുമില്ല. പക്ഷേ വസ്തുതകൾ വളച്ചൊടിക്കരുത്. നമ്മുടെ കേരളത്തിൽ ഈ പല ജില്ലകൾക്കും മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ അപകടം ഉണ്ടാകുമെന്നുള്ളത് കേരളത്തിൻ്റെ ഒരു നിലപാടാണ്. കേരളം അത് വർഷങ്ങളായിട്ട് ആവർത്തിക്കുന്നു. അതിൻ്റെ പിന്നിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ കേരളം ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ആ ഫ്ലഡ് വാട്ടർ, അതായത് അവിടുന്ന് വരുന്ന ആ ജലം നേരെ പല ചെറുപട്ടണങ്ങൾ ഇല്ലാതാക്കിയിട്ട് നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് എത്തുകയും ഇടുക്കി ഡാമിൽ തന്നെ തകരാനുള്ള ഒരു സാധ്യത പോലും അതിൽ നിന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഇതൊന്നും ഊഹാപോഹങ്ങൾ മാത്രമല്ല, ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുള്ളതാണ്. പക്ഷേ കോടതികളിൽ പലപ്പോഴും ചെല്ലുമ്പോൾ കേരളത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്നവർ വേണ്ട രീതിയിൽ കേസ് വാദിക്കാറില്ല. അല്ലെങ്കിൽ വസ്തുതകളെ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ കേരളത്തിന് വലിയ പരാജയമുണ്ട്. കാരണം കേരളത്തിനേക്കാൾ MP-മാരുള്ള തമിഴ്നാടിന് കേന്ദ്ര സർക്കാരിൽ നിശ്ചയമായിട്ടും കേരളത്തിനേക്കാൾ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റും. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ തമിഴ്നാട് ഇന്ന് മുല്ലപ്പെരിയാറിൻ്റെ സ്ഥാനത്ത് പുതിയ ഡാം പണിയുന്നതിനെ എതിർക്കുന്നത് കേരളം തമിഴ്നാടിന് ജലം നിഷേധിക്കുമെന്ന് തമിഴ്നാടിന് സംശയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ ഒരു സംശയം തമിഴ്നാട് ഉന്നയിക്കുന്നതായിട്ടും കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ ഡാം ബലമുള്ളതാണ് എന്നുള്ള ഒരു വാദഗതിയാണ് തമിഴ്നാടിൻ്റേത്. സത്യസന്ധമായി പറഞ്ഞാൽ ഇതിലെ വസ്തുത എന്ന് പറയുന്നത്, കരാർ വീണ്ടും നിർണയിക്കപ്പെടേണ്ടി വരുമോ? അങ്ങനെ സംഭവിച്ചാൽ
കേരളത്തിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന ഈ ജലത്തിന് ആവശ്യമുള്ള നഷ്ടപരിഹാരം കേരളത്തിന് നൽകേണ്ടി വരുമോ? ഈ രണ്ട് വിഷയങ്ങളാണ് തമിഴ്നാടിനെ അസ്വസ്ഥപ്പെടുത്തുന്നത്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് തമിഴ്നാട് വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തമിഴ്നാടിനെ അനുകൂലിക്കുന്ന കേരളത്തിലെ ചിലരൊരു ചോദ്യം ചോദിക്കും, അതെന്താ നിങ്ങൾക്ക് എന്തോന്ന് നഷ്ടമായിരിക്കുന്നു? തമിഴ്നാട് കുറച്ച് വൈദ്യുതി ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എന്തോന്നാ നഷ്ടം? തമിഴ്നാട് 140 മെഗാവാട്ടാണ് പണ്ട് ഉണ്ടായിക്കൊണ്ട്, ഇപ്പോൾ അതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഈ 140 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ കരാറിലില്ല. ഈ കരാറെന്ന് പറയുന്നത് പാലിക്കപ്പെടാനുള്ളതാണ്, അല്ലാതെ നമ്മുടെ സൗകര്യം അനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടാനുള്ള പച്ചീർക്കിൽ പോലെ വളയ്ക്കാനുള്ളതല്ല. അത് ഇരുമ്പുലൊക്കെ തന്നെയാണ്. കരാറെന്ന് പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് അത് ഇരുമ്പുലൊക്കെയാണ്, അത് വളയ്ക്കാനുള്ളതല്ല. അപ്പോൾ ഈ 140 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് കേരളത്തിന് പണം തരണം. ഈ 4 ജില്ലകളിലെ ജലസേചനം നടത്തുന്നതിന് അതിനും കേരളത്തിന് പണം തരണം. കേരളത്തിന് എല്ലാ വർഷവും ഒരു 400-500 കോടി രൂപ ഈ വകയിൽ തമിഴ്നാട് തരേണ്ടതുണ്ട്. അപ്പോൾ ഈ പൈസ തരാതെ കേരളത്തിലെ ചില രാഷ്ട്രീയ പ്രവർത്തകർക്കും കേരളത്തിലെ ചില അഭിപ്രായ രൂപീകരണ ഒപ്പീനിയൻ മേക്കേഴ്സിനും ഒക്കെ നക്കാപ്പിച്ച ഇങ്ങനെ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് അവിടെ ഒരു കണ്ടിൻജൻസി ഫണ്ട് ഉണ്ടെന്നാണ് ചില വാർത്തകൾ. അപ്പോൾ ഈ നക്കാപ്പിച്ച എറിഞ്ഞു കൊടുത്താൽ അവരടങ്ങുമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യഥാർത്ഥത്തിൽ ഈ പൈസ കൊടുക്കുന്നത് എന്നുള്ള ഒരു വസ്തുതയല്ലേ തമിഴ്നാടിനെ ഈ പുതിയ ഡാം വരുന്നതിനെ എതിർക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് സംശയം വളരെ ശക്തമായിട്ട് കേരളത്തിൽ പലർക്കുമുണ്ട്. അപ്പോൾ ഇത് കാര്യം ജലം ഷെയർ ചെയ്യുന്നതിൻ്റെ പങ്കുവയ്ക്കുന്നതിൻ്റെ പ്രശ്നമല്ല. ഇത് ഒരു സംസ്ഥാനത്തിന് അവകാശപ്പെട്ട വിഭവങ്ങൾ മറ്റൊരു സംസ്ഥാനം എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിന് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കാതെ എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതിൻ്റെ ചില കുരുട്ടുബുദ്ധികളുടെ ഒരു ചിന്തയാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയക്കാർ നിശ്ചയമായിട്ടും ഇതിൽ ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ അവർ ചില കള്ളക്കളികൾ നടത്തുന്നുണ്ട്. ഒരു സംശയം വേണ്ട, ഇവർക്കാർക്കും കേരളത്തിനോട് ഒരു ആത്മാർത്ഥതയില്ല. ഇപ്പം തമിഴ്നാട്ടിൽ തമിഴൻ്റെ വികാരം എന്ന് പറയുന്നത് തമിഴൻ്റെ വികാരമാണ്. കർണാടകത്തിൽ ചെന്നാൽ കന്നഡ എന്ന് പറയുന്ന കന്നഡക്കാരുടെ വികാരമാണ്. കേരളത്തിൽ അങ്ങനെ മലയാളം എന്ന് പറയുന്ന ഒരു വികാരമൊന്നുമില്ല. കർണാടകത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബന്ധോ ഹർത്താലും ഒന്നും ബാംഗ്ലൂർ പോലുള്ള നഗരത്തിലൊന്നും വലിയ പ്രത്യാഘാതമൊന്നും ഉണ്ടാക്കില്ല. പലപ്പോഴും ബസ് ഓടും, കട തുറന്നിരിക്കും, നമ്മൾ പോലും അറിയില്ല അങ്ങനൊരു ഹർത്താലുണ്ടെന്ന്. പക്ഷേ കന്നഡ രക്ഷണ വേദികയെ ഒരു ഹർത്താൽ നടത്തിയാൽ വിവരം അറിയും. പിന്നെ തമിഴ്നാടിന് എല്ലാ സംസ്ഥാനങ്ങളുമായിട്ടും ജലതർക്കമുണ്ട്. അവിടോട്ട് ജലം ഒഴുകുന്ന ആന്ധ്രയുമായിട്ടുമുണ്ട് ജലതർക്കം. കാവേരി ജലതർക്കം കർണാടകയായിട്ടുണ്ട്. പക്ഷേ കേരളത്തിനെ പോലെ അങ്ങനെ കന്നഡക്കാരെ പറ്റിക്കാനൊന്നും ഒക്കത്തില്ല. അവർ തമിഴ്നാടിൻ്റെ ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ചോറിങ്ങും കൂറങ്ങുമായിട്ട് നിൽക്കുന്ന ഒരു സംഘം ആൾക്കാർ കേരളത്തിലെ പാവപ്പെട്ടവരുടെ ജീവനെ വെച്ച് ബലിയാടാക്കാൻ ശ്രമിക്കുകയും നമ്മളെ ഒരു ഉത്തരവാദിത്വമില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി നമ്മളെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുകയും നമ്മളെ മിസ്ലീഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ശരിക്കും വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ നദികളിലും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിന് അധിക ജലമുണ്ടെങ്കിൽ തമിഴ്നാട് കൊടുക്കുന്നതിന് എന്താണ് തെറ്റ്? ആരും തെറ്റ് പറയില്ല. അത് മുല്ലപ്പെരിയാറല്ല, മറ്റ് നദികളിലും അധിക ജലമുണ്ടെങ്കിൽ അത് കൃത്യമായ പഠനത്തിൻ്റെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നത് രാജ്യത്തിന് താല്പര്യത്തിനനുസൃതമാണ്. നദീജലം മാത്രമല്ല, മറ്റ് വിഭവങ്ങളും ഷെയർ ചെയ്യണം. ഇതിപ്പോൾ ചിലർ പറയും തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ഇങ്ങോട്ട് തരുന്നു. ഇത് ചുമ്മാ ഒന്നുമല്ല തരുന്നത്, പൈസയ്ക്കാണ്. കേരളം വാങ്ങിച്ചില്ലേ തമിഴ്നാട്ടിലെ കർഷകർക്ക് പിന്നെ നിലനിൽപ്പില്ല. കന്നഡക്കാരൻ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കുമോ? പിന്നെ എങ്ങോട്ട് വിൽക്കും? ആന്ധ്രക്കാരൻ വാങ്ങിക്കും. അവർക്കൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് അവിടുന്ന് സൗജന്യം തരുന്നൊന്നുമല്ല. കേരളത്തിൻ്റെ ജനങ്ങൾ ഇവിടെ കൊടുക്കുന്നതിലും കൂടുതൽ പൈസ അവിടെ കൊടുത്തിട്ടാണ് അവർ നമ്മളെ ചൂഷണം ചെയ്തിട്ടാണ് പച്ചക്കറി ഇങ്ങോട്ട് വാങ്ങിക്കുന്നത്. കേരളത്തിന് പച്ചക്കറി ഇല്ലെങ്കിൽ കർണാടകത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യാം, അല്ലെങ്കിൽ ഈവൻ ശ്രീലങ്കയിൽ നിന്ന് വേണമെങ്കിലും ഇറക്കുമതി ചെയ്യാം. ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. കാശ് കയ്യിലുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആവശ്യമുള്ള സാധനവും ഇന്ന് ഈ ലോകത്തിൽ കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന ആരും സൗജന്യമൊന്നുമല്ല. കേരളത്തിനും തമിഴ്നാടിൻ്റെ അല്ല, എല്ലാ വിഭവങ്ങളും എല്ലാവരും ഒരുപോലെ ഷെയർ ചെയ്യുന്ന, പങ്കുവയ്ക്കുന്ന ഒരു ഇന്ത്യ ഉണ്ടാകുമെങ്കിൽ ഞാൻ അതിനോട് ഇത് പൂർണ്ണമായിട്ട് യോജിക്കും. കേരളത്തിൻ്റെ നദിയിൽ
ആവശ്യത്തിലധികം വെള്ളമുണ്ടെങ്കിൽ തമിഴ്നാടിനെ എടുക്കട്ടെ. തമിഴ്നാട്ടിലെ ആവശ്യത്തിലധികം മറ്റ് ധാതുക്കളോ മറ്റ് പ്രകൃതി വിഭവങ്ങളോ ഉണ്ടെങ്കിൽ അത് കേരളം എടുക്കട്ടെ. അത് ആ ഒരു നിലയിലേക്ക് നമ്മുടെ രാജ്യം ഒന്നാവണം. ഒരു സംശയവുമില്ല, അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ദുർബലരായ ഒരു ജനതയെ കൂടുതൽ സംഘടിതരും കൂടുതൽ അഗ്രസീവുമായ ഒരു വിഭാഗം ആൾക്കാർ വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ കണ്ണടച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നമ്മൾ നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോരാടി നമ്മുടെ അവകാശങ്ങൾ നമ്മൾക്കും സംരക്ഷിക്കാനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ട്. അതനുസരിച്ച് നമ്മളും പ്രതികരിക്കണം. ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച